ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ ഒരു പുതിയ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്, ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ട്രിഗ്നോമെട്രി എന്തോ ഒരു ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ് ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് എന്നൊരു ഐഡിയ വന്നിട്ടുണ്ടാകാം. നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ചുറ്റും കാണുന്ന ഇതേപോലുള്ള വലിയ വലിയ മൗണ്ടെയ്ൻസിൻ്റെയും അതേപോലെ ബിൽഡിങ്സിൻ്റെയും അതേപോലെ ഈ വലിയ ടവറിൻ്റെ ഒക്കെ ഹൈറ്റൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ചുരുങ്ങിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബുർജ് ഖലീഫ, അതായത് ടോളസ്റ്റ് ബിൽഡിങ്. ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പിലേക്ക് പോയിട്ട് മെഷർ ചെയ്ത് കണ്ടുപിടിക്കാം. ഒരു റോപ്പോ അല്ലെങ്കിൽ മെഷറിംഗ് ടാപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് അത് മെഷർ ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേങ്കിൽ ഇതൊക്കെ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അതേപോലെ ഒരു മൗണ്ടെയിൻ, ഇതിൻ്റെയൊക്കെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ അതിൻ്റെ ടോപ്പ് പോയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഇത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വെറും ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരു ഉയരം കൂടിയ സ്ഥലത്തിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മുകളിലൊന്നും പോകാതെ തന്നെ കണ്ടുപിടിക്കാം എന്നത് മാത്രമല്ല കേട്ടോ, അതേപോലെ തന്നെ ഒരു പുഴയുടെ വിഡ്ത്ത് കണ്ടുപിടിക്കണം, അതായത് പുഴയുടെ വീതി കണ്ടുപിടിക്കണം. അതൊക്കെ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ട് സൈഡിലും രണ്ട് പേര് നിന്നതിന് ശേഷം നമുക്ക് മെഷറിംഗ് ടാപ്പൊക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതൊക്കെ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഒരു സൈഡിൽ തന്നെ നിന്നുകൊണ്ട് ഒരു ആംഗിളും ഒരു സൈഡും ഉപയോഗിച്ച് അതൊരു ട്രയാങ്കിളായി കൺസിഡർ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ട്രിഗ്നോമെട്രി എന്നുള്ള ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ് ട്രിഗ്നോമെട്രി എന്നൊരു ഭാഗത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ചെറിയൊരു ധാരണ വന്നല്ലോ. അതേപോലെ തന്നെ അസ്ട്രോണമിയിലും നമ്മുടെ പിന്നെ ഉപയോഗിക്കുന്നത് തിരമാലകളുടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി, അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും നമുക്ക് നിർമ്മാണ പ്രവർത്തനം, ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും ഈ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന മാത്തമാറ്റിക്സിൻ്റെ ഈ ബ്രാഞ്ച് ഒരുപാട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഈ കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഈ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് വന്നിട്ടുള്ളത് രണ്ട് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ട്രിഗോൺ ആൻഡ് മെട്രോൺ എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വേർഡ്. ട്രിഗോൺ എന്നതിൻ്റെ മീനിങ് ട്രയാങ്കിൾ ആൻഡ് മെട്രോൺ എന്നതിൻ്റെ മീനിങ് മെഷർമെൻറ്റും ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ വേർഡിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അതായത് ട്രിഗ്നോമെട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രി ഈസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ മെഷർ ഓഫ് ആംഗിൾസ് ആൻഡ് ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. അതായത് ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളവും ആംഗിളുകളുടെ അളവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു മാത്തമാറ്റിക്സിന്റെ ഒരു ശാഖയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾസിന്റെ മെഷർമെന്റ് ആയിട്ട് പറയുമ്പോൾ എന്തൊക്കെ മെഷർമെന്റ് ആണ് ട്രയാങ്കിളിനുള്ളത്? യെസ്, ട്രയാങ്കിളിന് അതിന്റെ സൈഡിന്റെ ലെങ്ത്തും ഉണ്ട്, അതേപോലെ ആംഗിൾസിന്റെ മെഷർമെന്റ്, ആംഗിളുകളുടെ അളവും ഉണ്ട്. ഈ കാര്യങ്ങളാണ് ട്രയാങ്കിൾസിന്റെ മെഷർമെന്റ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾസിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ 8th സ്റ്റാൻഡേർഡിലും 9th സ്റ്റാൻഡേർഡിലും ട്രയാങ്കിളിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിൾസിനെ എങ്ങനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, ഏതൊക്കെ ഭാഗങ്ങളാക്കി മാറ്റാം, ട്രയാങ്കിളിന്റെ സൈഡുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈഡ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസിനെ നമ്മൾ ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയുന്നു. രണ്ട് സൈഡുകൾ മാത്രം ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെ നമ്മൾ എന്ത് പറയും? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നു. ഇനി ഒറ്റ സൈഡും ഈക്വൽ അല്ലാത്ത ട്രയാങ്കിൾസിനെ സ്കേലൻ ട്രയാങ്കിൾസ് എന്നും പറയും. ഓക്കെ, അതേപോലെ ട്രയാങ്കിൾസിന്റെ ആംഗിളുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ട്രയാങ്കിൾസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾസിനെ നമ്മൾ മട്ടത്രികോണം അഥവാ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നു. അതേപോലെ 90 ഡിഗ്രിയേക്കാൾ കുറവുള്ള ട്രയാങ്കിളിനെ നമ്മൾ എന്ത് പറയും? ന്യൂന ത്രികോണങ്ങൾ അഥവാ അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നു. അതേപോലെ 90 ഡിഗ്രിയേക്കാൾ കൂടുതലുള്ള ആംഗിളുള്ള ട്രയാങ്കിൾസിനെ നമ്മൾ എന്ത് പറയുന്നു? ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷെ ഇതിൽ നമുക്ക് ആകെ ആവശ്യമുള്ളത് എന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ മാത്രമാണ് നമ്മളിവിടെ ഈ ചാപ്റ്ററിൽ കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി, ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്ന
ട്രയാങ്കിൾസ് ആണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. മറ്റേ കാര്യങ്ങളൊക്കെ വിട്ടെ. ഓക്കെ, അപ്പൊ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? യെസ്, പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഓരോ സൈഡ്സിന്റെ പേര് നമുക്കറിയാലോ, എന്തായിരുന്നു? അതായത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് എന്ത്? ഇതിന്റെ കർണം അഥവാ ഹൈപ്പോട്ടനസ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഹൈപ്പോട്ടനസ്. ഇനി അടിഭാഗത്ത് വരുന്നത് ബേസ് ആണ്. ഇവിടെ വരുന്നത് പെർപെൻഡിക്കുലർ. ഓക്കെ, ബേസ് അഥവാ പാദം എന്ന് പറയും. ഇത് ലംബം അഥവാ പെർപെൻഡിക്കുലർ. ഇനി ഇത് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന പറയും. എന്തായിരുന്നു പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടനിയസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഞാനൊരു ട്രയാങ്കിൾ എടുക്കുകയാണ് ഇവിടെ. ഇവിടെ നമ്മൾ പറഞ്ഞു പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. അതായത് ഒരു മട്ടത്രികോണത്തിന്റെ ഏതെങ്കിലും 2 സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമതൊരു സൈഡ് കാണുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ്. ഇവിടെ നമ്മൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഒരു സൈഡ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ സൈഡ്, ഒരു സൈഡും ഒരു ആംഗിളും കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള സൈഡുകൾ കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണ് പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ. അതായത് സപ്പോസ് ഇതൊരു ആംഗിൾ 45 എന്ന് വിചാരിച്ചു. ഓക്കെ, ഈ ആംഗിള് മട്ടത്രികോണമായതിനാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ആംഗിൾ 45ഉം ഒരു ആംഗിള് ഒരു സൈഡും തന്നിട്ടുണ്ട്. സൈഡ് 3 സെന്റിമീറ്റർ എന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള സൈഡ്സ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ 90, ഒരു ആംഗിൾ 45. അപ്പൊ ഇവിടെയുള്ള ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം സമ്മ എത്രയാണ്? ആംഗിൾസിന്റെ സമ്മ 180. അതായത് 45 പ്ലസ് 90 പ്ലസ് ഇവിടെയുള്ള ആംഗിൾ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. ഈക്വൽ ആണ് 180. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 180 മൈനസ് ഇത് രണ്ടും ആഡ് ചെയ്ത് എത്ര കിട്ടും? 90 പ്ലസ് 45 135. Okay, that is equal to 45. അതായത് ഇവിടെയുള്ള ആംഗിൾ നമുക്ക് 45 ആണെന്ന് കിട്ടി. ഓക്കെ, ഇവിടെ 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് 45ഉം ഇവിടെയുള്ള ആംഗിളും 45. 2 ആംഗിളുകൾ ഈക്വൽ ആയിട്ടുള്ള ട്രയാംഗിളിന് എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്? യെസ്, ഐസോസിലസ് ട്രയാംഗിൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 2 ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ ആ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. ഒരു 2 ആംഗിളുകൾ, ഒരു ട്രയാംഗിളിന്റെ 2 ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്. ഇവിടെയുള്ള ആംഗിളുകൾ ഈക്വൽ ഏതാണ്? ഈ ആംഗിളും ഈ ആംഗിളുമാണ് ഈക്വൽ. അപ്പൊ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? നമുക്കറിയില്ല. ഇവിടെയുള്ള ഓപ്പോസിറ്റ് സൈഡ്സ് 3 സെന്റിമീറ്റർ എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡായ ഈ സൈഡും 3 സെന്റിമീറ്റർ ആയിരിക്കും. സൈഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെയുള്ള തന്നിട്ടുള്ളത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് തന്നിട്ടുള്ളത്. 3 സെന്റിമീറ്റർ ആണല്ലോ. അപ്പോൾ മറ്റേ ആംഗിളും ഈക്വൽ ആണ്. 45 ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും 3 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് 3 സെന്റിമീറ്റർ നമുക്ക് കിട്ടിയത്? ഇവിടെ ആംഗിൾസ് ഈക്വൽ ആയത് കാരണം അതിന്റെ സൈഡ്സും അതിന് ഓപ്പോസിറ്റ് ആയി വരുന്ന സൈഡും ഈക്വൽ ആണ്. ഓക്കെ, ഇനി നമുക്കിത് അടുത്ത വശം കണ്ടുപിടിക്കാലോ. ഇതിന്റെ ഹൈപ്പോട്ടനിയസ് കണ്ടുപിടിക്കാലോ. യെസ്, അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈപ്പോട്ടനിയസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഓക്കെ, this is equal to 3 square plus 3 square means 2 into 3 square എന്ന് എഴുതാലോ. Okay, so height equal to, this is height square, height equal to root of 2 into 3 square, that is equal to 3 square ന്റെ റൂട്ട് എത്രയാണ്? അല്ലെ 3 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 9 ആണ്. 9 ന്റെ റൂട്ട് എത്രയാണ്? 3 ആണ്. അപ്പൊ നമുക്ക് എഴുതാം 3 root 2.
അപ്പൊ ഇവിടെയുള്ള ലെങ്ത് നമുക്ക് കിട്ടി 3√2. എങ്ങനെയാ കിട്ടിയത്? ഇവിടെ നമ്മള് ബേസും കിട്ടി ഹൈറ്റും കിട്ടി പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ചെയ്തു. ഓക്കെ, അപ്പൊ 2 × 3² കിട്ടി. അപ്പൊ 3² റൂട്ട് എത്രയാണ്? 3 തന്നെയാണ്. 3√2 എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ, നമുക്ക് ഇവിടെയുള്ള ഹൈപ്പോട്ടനസ് കിട്ടിയത് 3√2. അപ്പൊ ഞാൻ പറഞ്ഞു ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈഡ്സിന്റെ ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെയും ആംഗിളിന്റെയും തമ്മിലുള്ള റിലേഷനെ പറ്റി പഠിക്കുന്ന മാത്തമാറ്റിക്സിന്റെ ഒരു ബ്രാഞ്ചാണ്. അപ്പൊ ഇവിടെ നമുക്ക് സൈഡ്സും ആംഗിളും തമ്മിലുള്ള റിലേഷൻ ഒന്ന് കണ്ടുപിടിക്കാം. ആദ്യം ചെറിയ ആംഗിൾസ് എഴുതുന്നു. ഏതൊക്കെയായിരുന്നു ആംഗിള്? 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ആണല്ലോ. ഓക്കെ, പിന്നെ നമ്മൾ ഇതിന്റെ സൈഡ്സ് എഴുതുന്നു. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് തന്നെ എഴുതണം. ഓക്കെ, അപ്പൊ 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 3, അതേപോലെ 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 3, 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 3√2. ഓക്കെ, അപ്പൊ ഇതിന്റെ റേഷ്യോസ് കണ്ടുപിടിക്കുകയാണ്. സൈഡ്സിന്റെ റേഷ്യോ 3:3:3√2. നമ്മൾ എപ്പോഴും റേഷ്യോസ് പറയുമ്പോൾ അതിന്റെ സ്മോളസ്റ്റ് ഫോമിൽ പറയണം. അപ്പൊ സ്മോളസ്റ്റ് ഫോമിൽ പറയാൻ വേണ്ടി ഇവിടെയൊക്കെ 3 കോമൺ ആണ്. അപ്പൊ നമുക്ക് 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1:1:√2 എന്ന് കിട്ടും. അപ്പൊ നമുക്കിവിടെ കിട്ടി ഒരു ട്രയാങ്കിളിന്റെ 2 ആംഗിൾസ് 45 ഡിഗ്രിയും ഒരു സൈഡ് 3 സെന്റിമീറ്ററും ആണെങ്കിൽ അതിന്റെ ആംഗിൾസും സൈഡും തമ്മിലുള്ള റിലേഷൻ 1:1:√2 എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതേപോലുള്ള വേറൊരു ട്രയാങ്കിൾ എടുക്കുകയാണ്. ഒരു ആംഗിൾ 45 ഡിഗ്രി, ഒരു സൈഡ് 6 സെന്റിമീറ്റർ. ഇതിന്റെ സൈഡ്സും ആംഗിളും തമ്മിലുള്ള റിലേഷൻ ഒന്നുകൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ആംഗിൾ 45 ആയത് കാരണം ഇവിടെയും 45 ആണ്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് 90 ആണ്, 45 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്ത് 180 സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് 45 കിട്ടും. അപ്പോ എന്താണ്? ഈക്വൽ ആംഗിൾസ് കിട്ടി. ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആണ് 6 സെന്റിമീറ്റർ. അതേപോലെ ഇവിടെയുള്ള 45ന്റെ ഓപ്പോസിറ്റും 6 തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാം. എങ്ങനെയായിരുന്നു? അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം, 6² + 6² ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 6² എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇത് ഹൈറ്റ് സ്ക്വയർ ആണ് കിട്ടിയത്. h = √2 × 6². ഇവിടെ നമുക്ക് എടുക്കാം 6² റൂട്ട് 6 ആണ്. അപ്പൊ 6√2 എന്ന് കിട്ടി. ഈ സൈഡ് നമുക്ക് 6√2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയുള്ള സൈഡ്സും ആംഗിൾസും തമ്മിലുള്ള റിലേഷൻ എഴുതാം. ആദ്യം ആംഗിൾ എഴുതാം. സ്മോൾ ആംഗിള് 45, 45, 90. ഈ ആംഗിൾസും അതിന്റെ സൈഡും തമ്മിലുള്ള റിലേഷൻ എഴുതാൻ വേണ്ടി 45ന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് 6 ആണ്. 6√2. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ റേഷ്യോസ്, ആംഗിൾസും സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോസ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ പറഞ്ഞു റേഷ്യോസ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെയും നമുക്ക് കിട്ടും 1:1:√2 എന്ന് കിട്ടും. അതായത് ആംഗിളുകൾ, ഒരു റൈറ്റ് ആംഗിൾ ടു ട്രയാംഗിളിന്റെ 2 ആംഗിളുകൾ 45 ഡിഗ്രി ആയിട്ടുള്ള റൈറ്റ് ആംഗിൾ ടു ട്രയാംഗിളിന്റെ സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോസ് 1:1:√2 എന്നുള്ള റേഷ്യോയിലാണെന്ന് ഇവിടെയും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇപ്പം 3 സെന്റിമീറ്റർ എടുത്താലും കിട്ടി, 6 സെന്റിമീറ്റർ എടുത്താലും ഇത് തന്നെ കിട്ടി. അപ്പൊ എല്ലാ 45 ആംഗിൾ വരുന്ന 2 ആംഗിളുകൾ 45 ഡിഗ്രി വരുന്ന എല്ലാ ട്രയാംഗിൾസിനും ഇത് തന്നെയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, വേണ്ടി ഞാനിവിടെ ഒരു ട്രയാംഗിൾ എടുക്കുകയാണ്. റൈറ്റ് ആംഗിൾ ടു ട്രയാംഗിൾ, ആംഗിളുകൾ 45 ഡിഗ്രി ആയിട്ടുള്ള. ഓക്കെ, ഒരു സൈഡ് എക്സ് ആണെന്ന് എടുക്കുക. അപ്പോ 45 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് വരുന്ന 2 ആംഗിളുകൾ സെയിം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും, സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതായത് 45ന് ഓപ്പോസിറ്റ് എക്സ് ആണെങ്കിൽ ഇവിടെയും 45ന് ഓപ്പോസിറ്റ് വരുന്നത് എക്സ് തന്നെ ആയിരിക്കും. അത് നമുക്കറിയാം. ഓക്കെ, ഇനി നമുക്കിവിടെ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഇതിന്റെ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാലോ. എങ്ങനെയാണ്? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ. ബേസ് എന്ന് പറയുന്നത് എക്സ്, x² + x². ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × x². ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ദിസ് ഈസ് ഹൈപ്പോട്ടനസ് സ്ക്വയർ.
സോ ഹൈപ്പോട്ടനസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ റൂട്ട് എത്രയാണ്? എക്സ് തന്നെയാണ്. എക്സ് റൂട്ട് 2. അപ്പൊ ഹൈപ്പോട്ടനസ് നമുക്ക് എന്ത് കിട്ടി? എക്സ് റൂട്ട് 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സൈഡ്സിന്റെ റേഷ്യോസ് എഴുതാം. ആംഗിളുകൾ ആദ്യം എഴുതാം. 45, 45, 90. ഇതിന്റെ സൈഡ്സ് 45ന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് എന്താണ്? എക്സ് എക്സ്. 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് എക്സ് റൂട്ട് 2. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞു റേഷ്യോസ് പറയുമ്പോൾ അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. അപ്പോൾ എക്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എഴുതാം 1:1 റൂട്ട് 2. അതായത് 45, 45 ഇങ്ങനെ വരുമ്പോൾ ആംഗിളുകൾ 45, 45, 90 എന്ന റേഷ്യോയിൽ വരികയാണെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ ആംഗിളുകൾ 45, 45, 90 എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ അതിന്റെ സൈഡ്സ് എപ്പോഴും 1:1 റൂട്ട് 2 എന്നുള്ള അംശബന്ധത്തിലായിരിക്കും. ഇത് മനസ്സിലായല്ലോ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇൻ എനി ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 45, 45, 90, then their side will be in the ratio 1:1 റൂട്ട് 2 എന്ന് മനസ്സിലാക്കാം. അതായത് ഇതിന്റെ മീനിങ് എന്താണ്? ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ ആംഗിളുകൾ 45, 45, 90 അങ്ങനെയെങ്കിൽ അതിന്റെ സൈഡ് ഇവിടെയുള്ള 1 ആയിരിക്കും, അതേപോലെ റൂട്ട് 2 ആയിരിക്കും. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രയാങ്കിൾ തന്നെന്ന് വിചാരിച്ചോ. ഇതിന്റെ ആംഗിൾ 45, 45 ആണെന്ന് തന്നിട്ടുണ്ട്, 90 ആണെന്ന് ഒരു സൈഡും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ ഇവിടെയും 10 സെന്റിമീറ്റർ തന്നെയായിരിക്കും. അതിന്റെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 10 റൂട്ട് 2 ആയിരിക്കും. ഇനി ഇവിടെ ഒരു 5 ആണെങ്കിൽ ഇവിടെയും 5 ആയിരിക്കും, ഇവിടെ 5 റൂട്ട് 2 ആയിരിക്കും എന്നതാണ് ഇതിന്റെ മീനിങ്. അതായത് ഇവിടെ വരുന്നത് ബേസ് ഏതാണോ നമ്പർ അത് തന്നെയായിരിക്കും അതിന്റെ പെർപെൻഡിക്കുലറും. ഇനി അതിന്റെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് റൂട്ട് 2 ടൈം ആയിരിക്കും, ഇവിടെയുള്ള നമ്പറിന്റെ റൂട്ട് 2 ടൈം ആയിരിക്കും എന്നത് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഫൈൻഡ് ദ അതർ 2 സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ചാപ്റ്ററിൽ എങ്ങനെയാ ഒരു സൈഡും ഒരു ആംഗിളും ആയിരിക്കും തരിക, അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ 45 എന്ന് തന്നിട്ടുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 45, ഒരു ആംഗിൾ 90 ആണെങ്കിൽ മറ്റേ ആംഗിൾ 45 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ രണ്ട് സൈഡും 45ഉം 45, രണ്ട് ആംഗിൾസും 45ഉം 45. അതായത് ഈ ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈക്വൽ ആംഗിളുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ 45ന് ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ ഇവിടെയുള്ള 45ന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ 8 സൈഡ് 8 സെന്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കിതിന്റെ ഹൈപ്പോട്ടനസ് അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ചെയ്യണോ? വേണ്ട, നമുക്കറിയാം റേഷ്യോസ് എന്തായിരിക്കും. റേഷ്യോസ് ഓഫ് ദ സൈഡ് എന്തായിരിക്കും? 1:1 റൂട്ട് 2 എന്നുള്ള രീതിയിലായിരിക്കും. അതായത് ഇവിടെ സൈഡ് തന്നിട്ടുണ്ട് 8, 8:8 റൂട്ട് 2 എന്നതായിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെയുള്ള സൈഡ് എത്രയാ? 8 റൂട്ട് 2. നമുക്കിത് മൈൻഡിൽ തന്നെ ചെയ്യാൻ സാധിക്കും, പൈതഗോറസ് തിയറം ഒന്നും ഉപയോഗിക്കാതെ തന്നെ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ കണ്ടീഷൻ എത്രയായിരിക്കണം? 45ഉം 45ഉം ആയിരിക്കണം ആംഗിൾസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സൈഡ് എത്രയാണ്? 8 റൂട്ട് 2 എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ശ്രദ്ധിക്കണം, ഇതിന്റെ ഹൈപ്പോട്ടനസ് അതായത് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ആയിരിക്കും റൂട്ട് 2 ടൈംസ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഹൈപ്പോട്ടനസ് 6 റൂട്ട് 2 തന്നിട്ടുണ്ട്, ഒരാംഗിൾ 45. അപ്പൊ നമുക്കറിയാം മറ്റുള്ള ആംഗിളും മൂന്നാമത്തെ ആംഗിളും 45 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സൈഡ്സിന്റെ റേഷ്യോസ് അറിയാം. 45, 90, 45, 45 എന്ന് പറയുന്ന ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ ആംഗിൾ റേഷ്യോസ്, അതായത് സൈഡ് എടുക്കുകയാണ് AB ഈസ് AC ഈസ് BC. അതായത് ഈ സൈഡ് എത്രയാണ് നമുക്ക് അറിയില്ല, പക്ഷെ നമുക്കൊരു റിലേഷൻ അറിയാം. 1:1 റൂട്ട് 2 എന്നുള്ള BC എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് എന്നുള്ള ഒരു റേഷ്യോസിലായിരിക്കും 45, 45, 90 എന്ന് പറയുന്ന
ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോസ് വരിക. ഇവിടെ എന്താണ് 6√2 തന്നിട്ടുള്ളത് എവിടെയാണ്? ഹൈപ്പോട്ടിനസ്. അപ്പൊ ഇവിടെ ഉള്ളത് അറിയില്ല. നമുക്കറിയാം ഇവിടെയുള്ള നമ്പറിനെ ഈ 1:1:√2 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഏത് നമ്പർ ആണോ ആ നമ്പറിനെ √2നെ കൊണ്ട് ഇൻഡു ചെയ്തിട്ടാണ് നമുക്ക് ഈ BC എന്നുള്ള സൈഡ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ 6√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സൈഡ് എത്രയായിരിക്കും? 6:6:6√2. ഓക്കെ, ഇവിടെ ഇനി 8√2 ആണെങ്കിൽ 8:8:8√2 അങ്ങനെയാണ്. അപ്പോൾ AB എന്നുള്ള സൈഡ് എത്രയാണ്? 6 ആണ്. AC എന്നുള്ള സൈഡും 6 ആണ്. എങ്കിൽ മാത്രമേ ഇവിടെ 6√2 കിട്ടുകയുള്ളൂ. ഇനിയിപ്പോ ഇവിടെ ഒരു 100 ആണെങ്കിൽ ഇവിടെയും 100 അങ്ങനെ വരും. ഇതിന്റെ റേഷ്യോസ് 1:1:√2 എന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത് ഈ സൈഡിനെ 1നെ കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ ഈ സൈഡും 1നെ കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഹൈപ്പോട്ടിന്യൂസ് √2നെ കൊണ്ട് ഇൻറ്റു ചെയ്യണം എന്നത് ഒന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.